ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിസ്ഡം ക്രിക്കറ്റ് അൽമനാക്കിൻ്റെ 2024 എഡിഷനിൽ ഇന്ത്യയിൽ നടന്ന ലോകകപ്പിനെ കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിദേശീയത, മുസ്ലിം വിരുദ്ധത, പാകിസ്ഥാൻ വിരുദ്ധത എന്നിവ പ്രകടിപ്പിക്കുന്നതിന് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന BCCI ലോകകപ്പിന് ഉപയോഗിച്ചു എന്ന വിവരങ്ങളായിരുന്നു അത്. മാഗസിനിൽ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിരുന്ന ശാരദ ഉഗ്ര എഴുതിയ ദി പൊളിറ്റിസൈസേഷൻ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് മോദി ഓപ്പറാണ്ടി എന്ന ലേഖനത്തിലായിരുന്നു ഈ വിവരങ്ങൾ പ്രതിപാദിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് ബിൽഡിങ്ങിനും BJPയുടെ രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി ലോകകപ്പിന് ഉപയോഗിച്ചു എന്ന് ലേഖനത്തിൽ അവർ വ്യക്തമാക്കുന്നു. ലോകകപ്പിലെ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി ഓറഞ്ചാക്കാൻ BCCI നടത്തിയ ശ്രമങ്ങൾ വരെ ശാരദയുടെ ലേഖനത്തിൽ ഉൾപ്പെടും. ഈ ലോകകപ്പ് സജീവമായി നോക്കിക്കണ്ടവർക്ക് അത്ര ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നില്ല ആ റിപ്പോർട്ടുകൾ. ലോകകപ്പിലുടനീളം അരങ്ങേറിയ അതിദേശീയതയും മുസ്ലിം വിരുദ്ധതയും തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയങ്ങളിൽ വർഗീയതയുടെ വക്താക്കളായ കാണികൾ ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത, സ്പോർട്സ്മാൻഷിപ്പിന് ചേരാത്ത ചില കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോഴും ഈ പ്രവണതകളിൽ നിന്നെല്ലാം ഒരു സ്റ്റേഡിയം മാത്രം വിട്ടുനിന്നു. ചെന്നൈയിലുള്ള MA ചിദംബരം സ്റ്റേഡിയം എന്ന ചെപ്പോക്ക്. അതിദേശീയവാദത്തിൻ്റെയും അപരവിദ്വേഷത്തിൻ്റെയും ഇടമായി എന്നെല്ലാം സ്പോർട്സിനെയും ദുരുപയോഗിക്കാൻ ശ്രമിച്ചോ അന്നെല്ലാം ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പ്രതീകമായി തലയുയർത്തി നിന്നിട്ടുണ്ട് ചെപ്പോക്ക്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1999 ഇന്ത്യ പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരം. അത്യന്തം ആകാംക്ഷ നിറഞ്ഞ മത്സരത്തിൽ സച്ചിന്റെ മാൻ ഓഫ് ദ മാച്ച് പ്രകടനത്തെ തകർത്ത് വിജയിച്ച പാകിസ്ഥാൻ ടീമിനെ അവിടെ കാണാം. സച്ചിൻ കണ്ണുനീർ പൊഴിക്കുമ്പോൾ പാക് പടയ്ക്ക് സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിയ ഒരു കൂട്ടം ആരാധകരെയും അവിടെ കാണാം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മാച്ചുകളിലൊന്നായ ചെപ്പോക്ക് ടെസ്റ്റിന്റെ കഥയാണ് സ്പോട്ട്ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ. രണ്ട് മത്സരങ്ങളിലുള്ള ടെസ്റ്റ് സീരീസിന്റെ ആദ്യ മാച്ച് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിലായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ മത്സരം ആരംഭിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ശിവസേന പ്രവർത്തകരായ 25 പേർ സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും പിച്ച് കുഴിച്ചു നശിപ്പിക്കുകയും ചെയ്തു. ശിവസേനയുടെ സ്ഥാപകനായ ബാൽ താക്കറെയുടെ മുന്നറിയിപ്പ് പരിഗണിക്കാതെ പാകിസ്ഥാനുമായുള്ള പരമ്പര രാജ്യത്ത് നടത്താൻ BCCI തീരുമാനിച്ചതിനാലായിരുന്നു ഈ ആക്രമണം. 12 ദിവസങ്ങൾക്ക് ശേഷം ശിവസേന പ്രവർത്തകർ BCCIയുടെ മുംബൈയിലെ ആസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന 1983 ലോകകപ്പ് ട്രോഫിക്കുൾപ്പെടെ കേടുപാട് വരുത്തുകയും ചെയ്തു. ഒടുവിൽ മുംബൈയിലും ഡൽഹിയിലും ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ആദ്യ മത്സരത്തിന്റെ വേദി ഫിറോസ് ഷാ കോട്ട്ലയിൽ നിന്ന് ചെപ്പോക്കിലേക്ക് എത്തി. സംഭവബഹുലമായ ആ ടെസ്റ്റ് മത്സരത്തിന് 4 ദിവസത്തിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടോസ് നേടിയ പാക് ക്യാപ്റ്റൻ വസീം അക്രം ബാറ്റിംഗ് തിരഞ്ഞെടുത്തെങ്കിലും അത്ര മികച്ച തുടക്കമല്ല പാകിസ്ഥാന് ലഭിച്ചത്. എങ്കിലും 91-5 എന്ന നിലയിലുണ്ടായിരുന്ന പാകിസ്ഥാനെ മുഹമ്മദ് യൂസഫ്, മൊയിൻ ഖാൻ, വസീം അക്രം എന്നിവർ ചേർന്ന് 238-ലെത്തിച്ചു. അനിൽ കുംബ്ലെ 6 വിക്കറ്റ് നേടി. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ആവട്ടെ 254-ൽ അവസാനിക്കുകയും ചെയ്തു. ഗാംഗുലിയുടെയും ദ്രാവിഡിന്റെയും അർദ്ധ സെഞ്ചുറികളായിരുന്നു അതിൽ പ്രധാനം. 16 റൺസ് കടവുമായി പാകിസ്ഥാൻ അവരുടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചു. ഇന്ത്യൻ ബൗളർമാർ കൃത്യതയോടെ പന്തെറിഞ്ഞപ്പോൾ സന്ദർശകർ പതറി. എന്നാൽ ഒരറ്റത്ത് നിലയുറപ്പിച്ച പാകിസ്ഥാന്റെ ഒരു 19-കാരൻ പയ്യനെ വീഴ്ത്താൻ ബൗളർമാർക്കായില്ല. തന്റെ കരിയറിലൂടെ ക്രിക്കറ്റിന്റെ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഷാഹിദ് അഫ്രീദിയായിരുന്നു അത്. ഇൻസമാം ഉൾ ഹക്കിനെ കൂട്ടുപിടിച്ച് ഒരറ്റത്ത് നിന്ന് അഫ്രീദി അടിച്ചു തകർത്തു. 21 ഫോറും 3 സിക്സും ഉൾപ്പെടെ 141 റൺസാണ് അന്ന് അഫ്രീദി നേടിയത്. ഒപ്പം ഇൻസമാമിന്റെ 50 കൂടിയായപ്പോൾ പാകിസ്ഥാൻ 286 റൺസ് സ്കോർ ബോർഡിൽ എഴുതി ചേർത്തു. ഇന്ത്യയുടെ വിജയലക്ഷ്യം 271 റൺസായി രേഖപ്പെടുത്തി. ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചു. ഓപ്പണർമാരായ സദഗോപൻ രമേശിനെയും VVS ലക്ഷ്മണിനെയും 6 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യക്ക് നഷ്ടമായി. 3, 5, 6 സ്ഥാനങ്ങളിൽ ഇറങ്ങിയ രാഹുൽ ദ്രാവിഡ്, ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ, സൗരവ് ഗാംഗുലി എന്നിവരും പെട്ടെന്ന് കൂടാരം കയറി. ഇന്ത്യയുടെ സ്കോർ 82-5 എന്ന നിലയിലായി. പാകിസ്ഥാൻ ജയം മണത്തു തുടങ്ങി. അപ്പോഴും ഇന്ത്യക്ക് വേണ്ടി 4-ാമനായി ക്രീസിലെത്തിയ ബാറ്റർ അവിടെ ഉണ്ടെന്ന കാര്യം അവർ മറന്നു. ആ ബാറ്റർ പോരാടാൻ തയ്യാറാവുകയും ചെയ്തു. ഇന്ത്യയുടെ ദൈവം അവിടെ അവതരിക്കുകയായിരുന്നു. അഞ്ചാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ക്രീസിലേക്ക് എത്തിയ നയൻ മോംഗിയാണ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ദൈവത്തിന്റെ മാസ്മരികമായ ഇന്നിംഗ്സിന് കൂട്ടാളിയായത്. ആദ്യ ഇന്നിംഗ്സിൽ സക്ലൈൻ മുസ്താഖിന്റെ ദൂസറയിൽ 0 റൺസ് എടുത്ത് മടങ്ങിയ സച്ചിൻ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രദ്ധയോടെ ബാറ്റ് ചെയ്തു. നയൻ മോംഗി എന്ന വിക്കറ്റ് കീപ്പറെ കൂട്ടുപിടിച്ച് സച്ചിൻ പതിയെ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ ആരംഭിച്ചു. മുൻനിര ബാറ്റർമാർ വേഗം മടങ്ങി സച്ചിൻ ടീമിനെ കരകയറ്റുന്ന 90കളിലെ സ്ഥിരം കാഴ്ചക്കാണ് അന്ന് ചെപ്പോക്കും സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായ ഒരു ടെസ്റ്റ് ഇന്നിംഗ്സ് ശൈലിയിൽ തന്നെയായിരുന്നു സച്ചിൻ അന്ന് ബാറ്റിംഗ് ആരംഭിച്ചത്.
ക്രീസിൽ ഒന്ന് ചൂടുറപ്പിച്ചു എന്ന് മനസ്സിലായതോടെ സ്കോർ ബോർഡ് ചലിപ്പിക്കുന്നതിന്റെ വേഗത അയാൾ വർദ്ധിപ്പിച്ചു. ഷോർട്ട് ബോളുകൾ നിസാരമായി പുൾ ചെയ്തും സ്പിന്നർമാർ ലെഗ് സ്റ്റമ്പിലേക്ക് തൊടുത്ത ബോളുകൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പിറകിലേക്ക് സ്വീപ്പ് ചെയ്ത് ബൗണ്ടറി കടത്തിയും സച്ചിൻ ടീമിന് പ്രതീക്ഷ നൽകി. വകാറും വസീമും ഫുൾ ലെഗ് ബോളുകളുമായി എത്തിയപ്പോൾ സച്ചിന് മാത്രം സാധ്യമാവുന്ന സ്ട്രൈറ്റ് ഡ്രൈവിലൂടെ അവ ബൗണ്ടറികളാക്കി. അങ്ങനെ പ്രായപൂർത്തിയായ ശേഷം പാകിസ്ഥാനെതിരെ കളിക്കുന്ന ആദ്യ ടെസ്റ്റിൽ തന്നെ സച്ചിൻ സെഞ്ചുറി നേടി. സെഞ്ചുറി പൂർത്തിയാക്കിയെങ്കിലും കലശലായ പുറംവേദന അനുഭവപ്പെട്ടത് സച്ചിന് തിരിച്ചടിയായി. 2 തവണയാണ് ആ ചെറിയ മനുഷ്യൻ ഗ്രൗണ്ടിൽ ചികിത്സ നേടിയത്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അയാൾ ബാറ്റിംഗ് തുടർന്നു. എന്നാൽ യഥാർത്ഥ തിരിച്ചടി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ടീം 218 റൺസിലെത്തി നിൽക്കെ നയൻ മോംഗിയ വസീം അക്രത്തിന്റെ പന്തിൽ പുറത്തായി. മോംഗിയ കൂടി പോയതോടെ സച്ചിൻ തന്റെ ആക്രമണ ശൈലി പൂർണ്ണമായും പുറത്തെടുത്തു. ഹൈ റിസ്ക് ബോളുകളെ പോലും ശിക്ഷിച്ച് അയാൾ റണ്ണടി തുടർന്നു. ആദ്യത്തെ 50 റൺ കൂട്ടിച്ചേർക്കാൻ 136ഉം രണ്ടാമത്തെ 50-ന് 99 പന്തുകളെടുത്ത സച്ചിൻ പിന്നെയുള്ള 36 റൺസ് എടുത്തത് 38 ഡെലിവറികളിൽ നിന്നാണ്. ഈ വേഗത കൂടി കണ്ടപ്പോൾ ചെപ്പോക്ക് ടെസ്റ്റിന്റെ നായകനായി ഗാലറിയും ക്രിക്കറ്റ് ലോകവും സച്ചിനെ വിലയിരുത്തി. എന്നാൽ തോൽവി തൊട്ടടുത്തെത്തിയറിഞ്ഞ പാകിസ്ഥാൻ തിരിച്ചുവരാൻ വജ്രായുധം തന്നെ പുറത്തെടുത്തു. ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിക്കാൻ സക്ലൈൻ മുസ്താഖിന്റെ ദൂസര വീണ്ടും അവതരിച്ചു. ക്യാപ്റ്റൻ വസീം അക്രം നൽകിയ നിർദ്ദേശത്തിൽ പന്തെറിഞ്ഞ സക്ലൈനെ ഉയർത്തിയടിച്ച സച്ചിന് പിഴച്ചു. അതോടെ ഇന്ത്യയുടെ 7ാം വിക്കറ്റ് സച്ചിൻ്റെതായി. തന്നോട് ദൂസരെറിയാൻ ആവശ്യപ്പെട്ട ക്യാപ്റ്റനോട് അത് വേണമെന്ന് സക്ലൈൻ മുസ്താഖ് ചോദിക്കുന്നുണ്ട്. കാരണം മികച്ച ഫോമിലുള്ള സച്ചിൻ ആ പന്തും ബൗണ്ടറി കടത്തുമെന്നായിരുന്നു സ്പിന്നർ പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യക്ക് ജയിക്കാൻ അപ്പോൾ വെറും 17 റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ താനും. എന്നാൽ തോൽവിയുടെ ഉത്തരം താൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് വസീം സക്ലൈനെ പന്തേൽപ്പിക്കുകയായിരുന്നു. സച്ചിൻ പവലിയനിലെത്തിയതോടെ ഇന്ത്യയുടെ വാലറ്റം അവരുടെ ശീലം ആവർത്തിച്ചു. അവസാനം ക്രീസിലെത്തിയവരെല്ലാം അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു കയറി. സച്ചിൻ പുറത്താകുമ്പോൾ ടീമിന് വേണ്ടിയിരുന്നത് 17 റൺസ് ആയിരുന്നെങ്കിൽ പിന്നീടെത്തിയവർക്ക് കൂട്ടിച്ചേർക്കാനായത് 4 റൺസ് മാത്രമാണ്. ഒടുവിൽ ജവഗൽ ശ്രീനാഥിനെയും പുറത്താക്കി വിഖ്യാതമായ ചെപ്പോക്ക് ടെസ്റ്റ് പാകിസ്ഥാൻ തങ്ങളുടെ പേരിലാക്കി. തന്റെ വിഷമം ലോകം കാണരുത് എന്ന തീരുമാനത്തിന്റെ പുറത്ത് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങാനായി സച്ചിൻ ഗ്രൗണ്ടിലെത്തിയിരുന്നില്ല. നനഞ്ഞ ടർക്കി തന്റെ പുറത്തു വെച്ച് നിറ കണ്ണുകളുമായി ഡ്രസ്സിംഗ് റൂമിൽ വേദന സഹിക്കുകയായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ലിറ്റിൽ മാസ്റ്റർ. വിജയപ്രതീക്ഷകൾ ഇരു ടീമുകളിലേക്കും മാറി മറിഞ്ഞ മത്സരത്തിനായിരുന്നു അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും ഓരോ നിമിഷവും ഒപ്പത്തിനൊപ്പം നിന്നപ്പോൾ ആരാധകർ ആവേശത്തിന്റെ പരകോടിയിലെത്തുകയായിരുന്നു. ക്രിക്കറ്റ് എന്ന ഗെയിമിന്റെ മനോഹാരിത ആ ടെസ്റ്റിലൂടെ ചെപ്പോക്കിന്റെ ഗാലറി അന്ന് ആസ്വദിച്ചു. ആ ആസ്വാദനത്തിൽ അതിരുകളും വൈരാഗ്യവും മറന്ന് കളി കാണാനെത്തിയ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ കയ്യടിയുടെ ബലത്തിൽ പാകിസ്ഥാൻ താരങ്ങൾ ചെപ്പോക്കിനെ വലം വെച്ചു. ആ നിമിഷം ആരാധകർ ഒന്നുകൂടി ഉച്ചത്തിൽ കൈയടിച്ച് അവരെ അനുമോദിച്ചു. അപ്പോൾ പാകിസ്ഥാൻ വിജയിക്കുകയോ ഇന്ത്യ പരാജയപ്പെടുകയോ ആയിരുന്നില്ല ചെയ്തത്. ക്രിക്കറ്റ് എന്ന ഗെയിം സ്പോർട്സ്മാൻഷിപ്പ് എന്ന പദത്തിന് നിർവചനം നൽകുകയായിരുന്നു. മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ വസീം അക്രം സച്ചിനെയും കാണികളെയും അഭിനന്ദിച്ചതും ചരിത്ര നിമിഷമായി മാറി. 13 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ കളിക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും പാക് ക്യാപ്റ്റന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. അതിനുശേഷവും ICCയുടെ ടൂർണമെന്റുകളിൽ ഉൾപ്പെടെ പലതവണ പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കാനെത്തി. ഇന്ത്യയും 1-2 തവണ പാകിസ്ഥാനിലെത്തി. പക്ഷേ അപ്പോഴൊന്നും ചെപ്പോക്കിലെ സ്പിരിറ്റ് എവിടെയും ആവർത്തിച്ചില്ല. 1999-ൽ തമിഴ് മക്കൾ പ്രകടിപ്പിച്ച ആ മാനവികത ഇന്നും ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തലയുയർത്തി നിലനിൽക്കുന്നു.